പരിശുദ്ധവും ഭാഗ്യസ്തുതി ആദ്യ മുതലെത്തുന്നേക്ക് തന്നെയാണ്. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളോട് പറയുന്നത് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് 822 കേരളത്തിൽ വന്ന ഷാബോർ അഫ്രോത്ത് പിതാക്കന്മാർ നെസ്തോറിയന്മാരായിരുന്നുവോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. എൻ്റെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു സംശയം ഇവിടെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇട്ടച്ചാൽ അച്ഛൻ അതൊന്ന് വീഡിയോ ഇട്ട് പരിഹരിക്കണം. കുറച്ച് പറഞ്ഞാൽ മതി, കാര്യം മാത്രം പറഞ്ഞാൽ മതി, ഒരുപാട് നീട്ടിക്കൊണ്ടുപോകണ്ടാകും. ഞാൻ ഇടാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. 347 സിറിയൻ കുടിയേറ്റം നടന്നിട്ടുണ്ട്. രണ്ടാമത്തെ സിറിയൻ കുടിയേറ്റമാണ് സാപ്പർ ഈശോയുടെ നേതൃത്വത്തിൽ പേർഷ്യയിൽ നിന്ന് ഷാബോർ എന്നും അഫ്രോത്ത് എന്നും പേരുള്ള 2 മെത്രാന്മാർ. ഒരു കപ്പൽ നിറയെ ആളുണ്ടായിരുന്നു, അതിൽ ഈ മെത്രാന്മാരുണ്ടായിരുന്നു. അത് അന്നത്തെ പാത്രിയർക്കീസ് ബാവ അയച്ചതാണ്. അന്ന് അറേബ്യ, സിറിയ, മെസോപ്പൊട്ടോമിയ മുതലായ സ്ഥലങ്ങൾ അന്ത്യോക്യ പത്രിയർക്കീസിന്റെ കീഴിലായിരുന്നുവെന്ന് ചരിത്രകാരനായ E.F. ഫിലിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ അവർ വെറുതെ പേർഷ്യയിൽ നിന്ന് വന്നാൽ, ഈ പേർഷ്യയിൽ നിന്ന് വന്നതുകൊണ്ട് ഈ സംശയങ്ങൾ മുഴുവൻ. പേർഷ്യയിൽ ആദ്യം സെലൂക്യയിൽ ഒരു കാതോലിക്ക് അന്ത്യോക്യ പത്രിയർക്കീസ് വാഴിച്ചു കൊടുത്തു. കാരണം എന്നും റോമ സാമ്രാജ്യവും പേർഷ്യ സാമ്രാജ്യവും എന്നും യുദ്ധമാണ്, അങ്ങോട്ടുള്ള യാത്ര അപകടകരമാണ്. അപ്പോൾ പത്രിയർക്കീസ് പറഞ്ഞു, നിങ്ങളിൽ തന്നെ ഒരു വലിയ മെത്രാനായി തിരഞ്ഞെടുത്ത് അങ്ങോട്ട് അയക്കുക, ഞാൻ അവനെ കാതോലിക്കായി വാഴിച്ചിരുന്നൊക്കെ തരാം. പിന്നെ അവിടെ മെത്രാനെ വാഴിക്കാൻ ഈ കാതോലിക്കയ്ക്ക് അധികാരം കൊടുത്തു. ആ കാതോലിക്ക പത്രിയർക്കീസിന്റെ കീഴിലാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കാതോലിക്കയെ കൂട്ടരും നെസ്തോറിയത്തിലേക്ക് പോയി, നെസ്തോറിയന്മാരായി തീർന്നു. ചരിത്രക്കാരായിട്ട് അത് ഒരുപാട് പറയാനുള്ളത്, ഇവർ നെസ്തോറിയന്മാരായി. പക്ഷെ കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ തിഗ്രീസിൽ, പേർഷ്യയിൽ തെറ്റ് തിഗ്രീസിൽ ശരിയായ കാതോലിക്ക പത്രിയർക്കീസ് വാഴിക്കുന്നുണ്ട്. പേർഷ്യയിൽ നിന്ന് വന്നു എന്ന് കേട്ടപ്പോൾ അവർ നെസ്തോറിയന്മാരായിരുന്നു എന്നങ്ങനെ ധരിക്കണം. സത്യം അതല്ല. ഷാബോറെന്നും അഫ്രോത്തെന്നും പേരുള്ള 2 അച്ഛന്മാർ അന്ത്യോക്യ പത്രിയർക്കീസിന്റെ അടുത്ത് എത്തി. എങ്ങനെ അവരവിടെ എത്തി? ഞങ്ങൾ അങ്ങയുടെ കീഴിൽ നിന്ന് പോടില്ല, ഇവിടെ നിൽക്കാതെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പേർഷ്യയിൽ കൂടിയുള്ള യാത്ര ദുരിതമാണ്. അപ്പോൾ ഞാൻ പട്ടം തന്നു, എത്ര പട്ടം തന്നു നിങ്ങൾ അയക്കുക. അയ്യോ അതും ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് അവിടെ എത്തവിടെ ഒരു നിവൃത്തിയില്ല, ഉറപ്പില്ല, ഞങ്ങൾ അങ്ങയുടെ കീഴിലൂടെ എന്നുള്ളത്. അല്ലെ അങ്ങ് പറയുന്നിടത്തേക്ക് അങ്ങ് പൊക്കോളാം. അങ്ങനെ ഇരിക്കുകയാണ് സാബർ ഈശോ ഇങ്ങനെ വലിയ വർത്തക പ്രമാണിയാണ്. മലങ്കരയിലേക്ക്, അന്ന് കേരളം എന്ന് പറയാം, കേരളത്തിലേക്ക് പുറപ്പെടാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞ് പാത്രിയർക്കീസിനെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ കൽപ്പനയും വാങ്ങിയാണ് ഈ സാബർ ഈശോയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഒരു കപ്പൽ നിറയെ കൊല്ലത്ത് വന്നിറങ്ങിയത്. അന്ന് കൊല്ലം പട്ടണം ഇതിനു മുമ്പ് ശത്രുക്കൾ തീവെച്ച് നശിപ്പിച്ചുപോയിരുന്നു. പക്ഷേ കൊല്ലം രാജാവിൻ്റെ സഹകരണത്തോടു കൂടി ആ കൊല്ലം പട്ടണം പണി തീർത്തു. രാജാവിന് വലിയ സന്തോഷമായി. ചെപ്പേടുകൾ കൊടുത്തു. പരീസ ചെപ്പേട് എന്ന് പറഞ്ഞാൽ സ്തുതിയോഗ്യപ്പെട്ട വിശ്വാസമെന്ന് അതിൻ്റെ അർത്ഥം. ത്രീസായിശ്വഹോ സ്തുതിയോഗ്യപ്പെട്ടത്, ആ വിശ്വാസമാണ് ഈ തരീസ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പള്ളി പണിതു. അപ്പം കൊല്ലം പട്ടണത്തിൽ, ആ കൊല്ലം പട്ടണത്തെ പുനരുദ്ധരിച്ചത് കൊണ്ട് അന്ന് മുതലേ കൊല്ലവർഷം ആരംഭിക്കണം. പിതാക്കന്മാർ വന്നെന്നുള്ളതിന് വലിയൊരു തെളിവ് അത് തന്നെയാണ്. 1801 കൊല്ലമായി. 825 അകപ്പറമ്പിൽ, അങ്കമാലിക്ക് അടുത്തുള്ള അകപ്പറമ്പിൽ, എൻ്റെ ഇടവപ്പള്ളിയാണ്, അവിടെ ഇവർ വന്നു.
അന്ന് മങ്ങാട്ട് രാജാക്കന്മാരോട് ഭരിച്ചിരുന്നത്. ഞങ്ങളിങ്ങനെ യേശുവിനെ പ്രസംഗിക്കാൻ വന്നതാണ്. അത് നടക്കില്ല ഇവിടെ. നിങ്ങളിവിടെ ഹൈന്ദവ ആളുകളാണ്, ഇവിടെ എല്ലാവരെല്ലാം ഹൈന്ദവരാണ്, ഒരൊറ്റ മനുഷ്യൻ പോലും ഇല്ല. അങ്ങനെ എന്തോ പറഞ്ഞു ഒരു പന്തയത്തിലേർപ്പെട്ടു ഈ ശാപർവർത്തി പിതാക്കന്മാരും ഈ രാജാവുമായിട്ട്. പന്തയം എന്താണെന്ന് വ്യക്തമല്ലോ. പക്ഷെ പന്തയത്തിൽ ഈ പിതാക്കന്മാർ ജയിച്ചതുകൊണ്ട് അവിടെ പറയുന്നത് ഹൈന്ദവർ ക്ഷമിക്കണം, അത് ഹൈന്ദവ ക്ഷേത്രമായിരുന്നത് പള്ളി പണിയാൻ ഇവർ വിട്ടുകൊടുക്കുകയാണ്. അവിടെ ഹൈന്ദവ ബിംബങ്ങളുണ്ടായിരുന്നു. ഇത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ് അത് അവിടെ ആ പള്ളിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് താഴ്ത്തി കുഴിച്ചിട്ടിരിക്കുന്നത്. പിന്നെ പല ഹൈന്ദവർ ഓരോ വരുന്നുണ്ട്, അവർ വിഗ്രഹങ്ങൾ കാണുന്നത് അവർക്ക് ഇഷ്ടാവുമല്ലോ. ഇപ്പോഴും ഹൈന്ദവർ വരുന്നുണ്ട് അവിടെ. അപ്പോൾ ആ മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് ആ ബിംബങ്ങളെ അവിടെ കുഴിച്ചിട്ടുള്ളത്. പിന്നെ ഉദയംപേരൂർ പള്ളി സ്ഥാപിച്ചത് ശാപർവർത്തി പിതാക്കന്മാരാണ്. ഒരാളവിടെ കാലം ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ഉദയംപേരൂർ, കടുത്തുരുത്തി, കായംകുളം, കൊല്ലം, അകപ്പറമ്പ് തുടങ്ങിയ അനേകം പള്ളികൾ 822 9ാം ശതാബ്ദത്തിൽ ഇവർ സ്ഥാപിച്ചിട്ടുണ്ട് അനേകം പള്ളികൾ. ഈ ഷാബോർ അഫ്രോത്ത് പിതാക്കന്മാരുടെ നാമത്തിൽ പള്ളി സ്ഥാപിച്ചെന്ന് പറയുമ്പോൾ അവർ ഷാബോർ അഫ്രോത്ത് പിതാക്കന്മാർ സഹദേന്മാരായിരുന്നു. അവരുടെ പേരും ഇവരുടെ പേരും ഒന്ന് തന്നെയാണ്. അവർ ഇരട്ടകളായിരുന്നു, ഇവരും ഇരട്ടകളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ 1498 അറബികൾ വന്ന് ഈ പള്ളികളൊക്കെ കാദീശന്മാരുടെ നാമത്തിലാണ് കാദീശ പള്ളികൾ, തരീസ പള്ളികളാക്കി. തരീസ, ചെപ്പേട് അങ്ങനെ ആക്കി തോന്നണം. അപ്പം നമ്മുടെ വിഷയം അതല്ല. ഈ ശാബോർ അഫ്രോത്ത് പിതാക്കന്മാർ നെസ്തോറിയന്മാരല്ല, ഒരിക്കലുമല്ല. ശാബോറെന്നും അഫ്രോത്തെന്നും പേരുള്ള 2 അച്ഛന്മാർ അന്ത്യോക്യയിൽ ചെന്ന് അവിടെ നിന്ന് പട്ടമേറ്റ് ആ പരിശുദ്ധ പിതാവിൻ്റെ കൽപ്പനയോടുകൂടി സാപ്രീശോയുടെ നേതൃത്വത്തിലുള്ള കപ്പലിൽ ഇവർ പേർഷ്യയിൽ നിന്ന് കയറിയെന്നുള്ള സത്യമാണ്. അതുകൊണ്ട് പേർഷ്യയിൽ നിന്ന് വന്നതെന്ന് പറയുന്നു. സാപ്രീശോ എന്ന വർത്തക പ്രമാണം പാത്രീ സ്വഭാവയുടെ കൽപ്പന മേടിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞു ആ സമയത്ത് അവിടെ നെസ്തോറിയന്മാരുണ്ട്. അതിനു മുമ്പ് സെലൂക്കയിൽ ഒരു കാതോലിക്ക വാഴിച്ചു കൊടുത്തു. പക്ഷേ ആ കാതോലിക്കയും കൂട്ടരും നെസ്തോറിയന്മാരായി തീർന്നു. അപ്പോൾ പേർഷ്യയിൽ നിന്ന് വന്നു കേൾക്കുമ്പോൾ ഈ നെസ്തോറിയന്മാരാണ് വന്നതെന്നാണ് ധാരണ മുഴുവൻ. അത് കംപ്ലീറ്റ് അട്ടയർലി തെറ്റാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, മറ്റു ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഒരിക്കലും ശാബോർ അഫ്രോത്ത് പിതാക്കന്മാർ നെസ്തോറിയന്മാരല്ല, അവർ സത്യവിശ്വാസികളായിരുന്നു. യാക്കോബായക്കാരെന്ന് പറയുന്നു 6-ാം നൂറ്റാണ്ടിൽ യാക്കോബർദാനെ സ്ഥാപിച്ച, അല്ലെങ്കിൽ യാക്കോബർദാനയുടെ പിന്നാലെ പോയ ആളുകളെ കൽക്കീതോനെ നിർത്തുകൊണ്ട് പിന്നാലെ പോയ ആളുകളെ യാക്കോബക്കാരെന്ന് പറഞ്ഞ് കത്തോലിക്കരും ഗ്രീക്ക് ഓർത്തഡോക്സുകാരും കളിയാക്കി. അത് ഞങ്ങൾ അഭിമാനമായിട്ട് പേരെടുത്തു. പക്ഷേ ഞങ്ങളുടെ പേര് ശരിയായ പേര് സിറിയക്ക് ഓർത്തഡോക്സ് സഭയിൽ നിന്നാണ്. പക്ഷേ ഇപ്പോൾ യാക്കോബക്കാരെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആ പേര് അഭിമാനപൂർവ്വം സ്വീകരിച്ചിരിക്കുകയാണ്. ഈ സത്യം മാത്രം മനസ്സിലാക്കാൻ മറ്റു കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഒരു കാരണവശാലും ശാബോർ പിതാക്കന്മാർ നെസ്തോറിയന്മാരല്ല. അത് പേർഷ്യയിൽ നിന്ന് വന്നതുകൊണ്ട് നെസ്തോറിയന്മാരാക്കരുത്. ഇവർ അന്ത്യോക്യ പത്രോസ് കൊണ്ട് പട്ടമേറ്റ് അവിടെ നിന്ന് മെത്രാന്മാരായിട്ട് വന്നവരാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.